നാദുല പാസിലേക്ക് പോകുന്ന വഴി, ആ വഴി ഭയങ്കര ആസ്വാദനമാണ്. വെച്ചാൽ മനോഹരമായ വഴി, ഏറ്റവും മനോഹരം എന്ന് വെച്ചാൽ എന്താ, നമ്മളിങ്ങനെ മലകൾ, വെള്ളം ഒലിച്ചു വരുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന പുഴയാണെന്ന് തോന്നും. പക്ഷെ അത് പുഴകളല്ല, അത് മഞ്ഞ് കട്ടയായിട്ട് ഇങ്ങനെ അവിടെ ഉറഞ്ഞിക്കിടക്കുകയാണ്. ഒപ്പം അവൻ്റെ സ്വഭാവം മൊത്തം മാറാണ്. സ്വഭാവം മാറിയിട്ട് ഏകദേശം ഗാങ്ടോക്കിൽ എത്തുന്നതിൻ്റെ ഒരു 4 കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറക്കി വിടുകയാണ്. കയറി അവിടെ അവസാന വണ്ടി നിർത്തിയിട്ട് പിന്നെ കയറാൻ പറയും, മുകളിലേക്ക് കയറണം, ബോർഡറിലേക്ക്. അതെ, നടക്കുമ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ അവർ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പീസ് റേഡിയോ ദൃശ്യം അതിൻ്റെ സുന്ദരമായ ചില എപ്പിസോഡുകൾ പിന്നിട്ട് മറ്റൊരു പുതിയ അനുഭവങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നു. ബഹുമാനായ VT അബ്ദുസ്സലാം സലാഹി, നമ്മൾ ബഷീർ മാസ്റ്റർ, അതുപോലെ തന്നെ നിസാർ ദേവാല, ഇങ്ങനെ 4 ആളുകളുള്ള ഒരു ദീർഘമായ യാത്രയുടെ ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ചില അനുഭവങ്ങളാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗാങ്ടോക്ക് അഥവാ നമ്മുടെ സിക്കിമിലെ ഗാങ്ടോക്ക് എന്ന മഹാനഗരത്തിൻ്റെ കാഴ്ചയിലൂടെ, അവിടുത്തെ അനുഭവങ്ങളിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് നീങ്ങാനുള്ളത് സലാം സലാഹി, ഗാങ്ടോക്കിൽ രാവിലെ നമ്മൾ കുറച്ചൊന്ന് ഒരു എക്സ്പ്ലോർ ചെയ്തു. അതെ, കാരണം ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ ചെങ്കുത്തായ താഴ്വാരങ്ങൾ, നിറയെ വീടുകൾ, ആ വീടുകളിലേക്ക് ഇങ്ങനെ പാളി നോക്കുന്ന ബിൽഡിങ്ങുകൾ. അതെ അതെ, മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പം വേറെ ഒന്നുമില്ല. ആ പിന്നെ ഒരു എന്താ പറയുക, ഒരു താഴ്വര പോലെ മല കിടക്കണം. ഒരു ചെറിയ ഒരു മണ്ണിടിച്ചിലുണ്ടാവുമ്പോഴേക്ക് കുതിർന്ന് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന. അതെ അതെ, എന്നാലും അവിടെ അല്ലേ അവർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഒരു വീടുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കൂല എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ പറഞ്ഞ പോലെ തന്നെ കഴിയും. പക്ഷെ അവിടെയും അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങുകളും സ്ട്രക്ചറും എല്ലാം രൂപീകരിച്ച് അതിനെ അത് നമുക്ക് ശരിക്കും നമ്മളൊന്ന് കാണുന്നെ വേണം അല്ലേ. തന്നെ ഇപ്പം അവിടുന്ന് നാദുലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാദുല പാസ് കവർ ചെയ്യാൻ അവിടെ എത്താൻ നമുക്ക് എന്ത് ചെയ്യണം, പെർമിഷൻ എടുക്കേണ്ടതുണ്ട്. താഴെ ഏകദേശം ഒരു 400 രൂപയോ മറ്റോ ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. അത് നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് നമ്മളതിൻ്റെ ഫീസ് എടുക്കണം. അതിന് നമ്മൾ ഈ ഹോട്ടലോ അല്ലെങ്കിൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ അറിയണ്ട. അവരെന്നെ എന്ത് ചെയ്തു, അത് ചെയ്ത് അവിടത്തേക്കുള്ള വണ്ടി വരെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. വണ്ടിക്ക് ക്യാഷ് വേറെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ പെർമിഷൻ്റെ ക്യാഷ് വേറെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അവിടെ നിന്നും എന്തുണ്ട്, ബൈക്കുണ്ട്. ഈ വാടക റെൻറ്റ് വണ്ടികളുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിലും പോകാം. പിന്നെ അതിനുള്ള സംഭവങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം 1200 രൂപ മുതൽ 2000 രൂപ വരെയൊക്കെ അവർ ഈടാക്കുന്നുണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിനിടയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ആ ചെറിയൊരു ടൈം നമ്മൾ എന്ത് ചെയ്തു, താഴെ പ്രഭാത കാഴ്ചകളിലൂടെ ഒന്ന് നടന്നു. അവിടെ ആ ഒരു മുകളിൽ നിന്ന് വരുന്ന ആ ചെറിയ അരുവികളെ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ളൊരു മനോഹാരിതയിലേക്ക് മാറ്റിയിട്ട് അതൊരു കാഴ്ച എന്നുള്ള നിലക്ക് അവിടെ ആ റോട്ടിലേക്ക് വന്ന് വെള്ളം ഇങ്ങനെ വീണ ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ അവർ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയെ അധികം എന്ത് ചെയ്തിട്ടില്ല, ദുരുപയോഗം ചെയ്തിട്ടില്ല. ഉള്ളതിനെ ഉള്ള രൂപത്തിൽ തന്നെ. പിന്നെ നമ്മളിവിടെയൊക്കെ മല ഇടിച്ച് നിരത്തി അങ്ങനെയല്ല, ഉള്ളതിൽ നിന്ന് അവിടുന്ന് പതുക്കെ ഒരു പില്ലർ പൊക്കുകയോ അല്ലെങ്കിൽ പൈപ്പ് വെച്ചിട്ട് GI വെച്ച് പൊക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലാറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മല ഇടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവർ ചെയ്തിട്ടില്ല. മുകളിൽ ഈ ഏറ്റവും താഴെയാണ് ഗാങ്ടോക്കിൻ്റെ ഈ ഒരു ഭാഗം കിടക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നിങ്ങൾ പറഞ്ഞ MG. നമ്മൾ ആ രാത്രി പോയി അവിടെ ആസ്വദിച്ച് അവിടെ നിന്ന് നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഏരിയകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് 1-2 സ്പോട്ടുകൾ തന്നെ ഉണ്ട് അവിടെ. നല്ല പിന്നെ റാഹത്ത് ബിരിയാണി സെൻ്റർ ഉണ്ട്, മുബാറക് ബിരിയാണി സെൻ്റർ, ഇങ്ങനെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല അവിടുത്തെ തന്നെ നല്ല എന്താ പറയുക, നല്ല ഈമാനുള്ള മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ റേറ്റിൽ 100 രൂപ 120 രൂപയൊക്കെ നല്ല ഫുഡ്. നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നല്ല തണുപ്പാണ്. ആ തണുപ്പിട്ട് നല്ല ചൂടുള്ള നല്ല ബിരിയാണി, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള അത്യാവശ്യം നല്ല ബിരിയാണി, അത് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം പോലെ നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. രാവിലെ നമുക്ക് പറഞ്ഞ വണ്ടി വന്നു.
വണ്ടി വരുന്ന സ്ഥലം ഇന്നടുത്താണ് ആ സ്പോട്ട് നമുക്ക് പറഞ്ഞു, നമ്മളവിടെ എത്തണം എന്ന് പറഞ്ഞു. നമ്മളത്തെ ഡ്രൈവറുടെ നമ്പർ നമ്മൾ തന്നു. അവിടുന്ന് ഷെയർ ടാക്സി ആയിട്ടാണ് പോണത്, നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയല്ല. ഷെയർ ടാക്സി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ഒറ്റക്ക് നല്ല സുഖമായിട്ട് എവിടെയൊക്കെ ഇരുന്ന് കാണാലോ. അവസാനം നമുക്ക് കിട്ടിയതോ. അവിടുന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ് മെയിനായിട്ട്. നമ്മളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതൊരിക്കലും ആസ്വാദ്യകരമാവില്ല എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ആകെ എന്ത് ചെയ്യും, ഡള്ളാവും, ചടച്ചു പോവും. നമുക്ക് ആ സുമോ വണ്ടിയുടെ ലാസ്റ്റ് സീറ്റൊക്കെയാണ് നമുക്ക് കിട്ടിയത്, അവസാനത്തെ. അത് 4 ആള്. അതൊക്കെ അതിലൂടെ അങ്ങോട്ട് അകത്ത് കയറ്റാനുള്ള പാടാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കയറിയിട്ട് ഡ്രൈവർ ആ ബാക്കിലെ ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്യണമൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവും. അപ്പോൾ അത്രയും അതിന് പ്രത്യേകിച്ച് ഒരു കട്ടിങ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ സീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഇരുന്നത്. പിന്നെ ഒരു യാത്രയാണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു യാത്ര, നാദുൽ അബ്ബാസിലേക്കുള്ള യാത്ര. പിന്നെ നമുക്ക് ആ വളവും അത്ര സുഖമല്ല, അത്ര സുഖമല്ല. പ്രത്യേകിച്ച് വൊമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിൻ്റെ എന്തായാലും അതിൻ്റെ പിന്നെ സുരക്ഷാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ പോകാൻ പാടും. പക്ഷെ കൂടുള്ള നിസാറിന് എത്ര പ്രയാസം ഉണ്ടെങ്കിലും മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് നാദുൽ അബ്ബാസ് നിറയെ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. ആ മഞ്ഞിനകത്തൊന്ന് ചാടി കുളിക്കണം. അതെ അതെ അതെ. കാര്യമായിട്ട് നാദുലയിൽ പോണതും അത് തന്നെയാണ്, മഞ്ഞാണ്. റോഡ് മിക്കവാറും ഈ പല സമയങ്ങളിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അത്ര തന്നെ തണുപ്പിൻ്റെയോ അല്ലെങ്കിൽ മഞ്ഞിൻ്റെയോ സമയം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ അങ്ങോട്ട് കയറാൻ പറ്റി. ഇല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും ഒന്നുകിൽ അങ്ങോട്ട് പെർമിഷൻ കിട്ടാറില്ല, അല്ലെങ്കിൽ പെർമിഷൻ കിട്ടിയാൽ തന്നെ ഏകദേശം മഞ്ഞ് വീഴ്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുന്ന സൈഡിൽ എന്തുണ്ട്, ഈ ജവാന്മാരുടെ നമ്മളെ ബറ്റാലിയൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഓരോ ക്യാമ്പുകളുണ്ട്. അവരെന്ത് ചെയ്യും, റോഡിലേക്ക് കയറി നിൽക്കും, തടുക്കും, തിരിച്ചുവിടും. അങ്ങനെ ക്യാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഒന്നാമത് നമ്മൾ ചൈനയുടെയും ഇന്ത്യയുടെയും ബോർഡർ കൂടെയാണ്, അതുകൊണ്ടുകൂടെയാണ് അത്രയും ക്യാമ്പുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യത കാരണം. പിന്നെ രണ്ടാമത്തത്, എന്തെങ്കിലും ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, വണ്ടി ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇടപെടുന്നത് ഇവരാണ്, ആർമിയാണ് ബന്ധപ്പെടുന്നത്. അപ്പം അതിനിടക്കിടക്ക് പിന്നെ ആർമി ക്യാമ്പുകളുണ്ട്. പിന്നെ മുകളിൽ മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് അവർ ഇൻഫർമേഷൻ കൊടുക്കും, ഇനി വണ്ടി വിടാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ തിരിച്ച് വണ്ടികൾ തിരിച്ചയക്കണമെന്നുണ്ട്. അപ്പം ഏറ്റവും പീക്ക് ടൈമിലാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം പോകുമ്പോൾ അത്ര തണുപ്പ് ഇല്ല, അത്ര ഒരു കൊടും തണുപ്പ് ആയിട്ടില്ല. പക്ഷെ താഴെ നിൽക്കുമ്പോഴേ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിർത്തിയിട്ട് തണുപ്പ് മുകളിൽ ഉണ്ടാവും പറഞ്ഞിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം. 200 രൂപയാണ് അതിൻ്റെ. അത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ നമ്മുടെ ലഗേജിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച്, എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറിൽ നമ്മൾ കയറുമ്പോൾ ഏകദേശം നല്ല ചൂടുള്ള സമയം. എന്തിനാ ഈ ജാക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ, പണ്ട് നൂഹ് നബിനെ കളിയാക്കുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ, എന്തിനാ മരുഭൂമിയിൽ കപ്പലുണ്ടാക്കണമെന്ന് വെച്ച പോലെ ഈ ജാക്കറ്റ് എന്തിനാ ചൂട് സമയത്ത് വെച്ചില്ലേ. അപ്പം അതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ ആ ടൈമിൽ ഇതെല്ലാം ലഗേജ് കംപ്ലീറ്റ് കയ്യിൽ വെച്ച്, മിക്കവാറും യാത്രയിൽ നമ്മൾ ലഗേജ് ഒഴിവാക്കണം ഏറ്റവും നല്ലത്. ബാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നടക്കാൻ ഏറ്റവും നമുക്ക് ചെറിയൊരു ബാഗ്, നമ്മൾ പൈസയോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ചെറിയൊരു ബാഗ് മാത്രമേ നമുക്ക് കൈ വെക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ ജാക്കറ്റ് അവിടുന്ന് കിട്ടും, ജാക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ മഞ്ഞിൽ നടക്കേണ്ട നമ്മളെ ഷൂ ഉണ്ടല്ലോ, അതൊക്കെ അവിടുന്ന് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ ഓക്സിജൻ? അതും നമ്മൾ താഴേന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുന്ന് കയറുമ്പോഴേ എന്ത് ചെയ്യണം, കുറച്ച് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, കപ്പലണ്ടി, ഇങ്ങനെയുള്ള ചോക്ലേറ്റ് ആണ് കൂടുതൽ നല്ലത്. കാരണം ഇവിടുന്നേ വാങ്ങണം എന്ന് പറയാൻ കാരണം, മുകളിലെത്തുമ്പോൾ 20 രൂപയുടെ ചോക്ലേറ്റ് 45 രൂപയാണ് അവർ ഈടാക്കുന്നത് റോഡ് സൈഡിൽ തന്നെ. പിന്നെ മാത്രമല്ല അത് കയ്യിൽ വെച്ചോളി, അവിടെ എത്തുമ്പോഴേക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വാങ്ങണം. നമുക്ക് ഇനി ചോക്ലേറ്റ് അല്ല എന്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോണ വിഷയമൊന്നുമില്ല. പക്ഷെ അവിടെ ചില ആളുകൾക്ക് അതെന്തായാലും പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ മാനസികാവസ്ഥ അല്ല നമുക്ക് പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. അതെ, പണ്ടുണ്ടായിരുന്ന ബഷീർ മാഷ് പറഞ്ഞ ജാക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല, തണുപ്പല്ലേ. ഒരു കാരണവശാലും ഇത്തരം തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര പിന്നെ നമ്മളെ ബോഡി പ്രൊട്ടക്ഷൻ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിയാലും എന്നാലും ഏറ്റവും സേഫാണ്. കാരണം അവിടെ എത്തുമ്പോൾ എന്താ സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല. അതിനൊരു 200 ഒരു 150 ഒരു 350 രൂപയാണ് നമുക്ക് താഴെ ആവുക ഈ ജാക്കറ്റ്. അതൊക്കെ നമ്മളെ താഴെ ഹോട്ടലിൻ്റെയും അതുപോലെ തന്നെ വണ്ടീൻ്റെയും ഒക്കെ പുറത്താട്ടോ. അതൊന്നും വണ്ടിക്കാർ തരൂല, അങ്ങനെ വിചാരിക്കുക, ഹോട്ടലുകാർ തരൂല. നമുക്ക് മുകളിൽ പോയിട്ട് 200 രൂപ ജാക്കറ്റിനും 150 രൂപ ഈ പിന്നെ ഷൂവിനും. പിന്നെ പോകുന്ന വഴിയിൽ
ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില ഉണ്ടാവും. കുഴപ്പമില്ലാത്ത വില ഉണ്ട്. പക്ഷേ നല്ല വില, നല്ല തണുപ്പാണ്, നല്ല ഫുഡ്, കാരണം ഫ്രഷ് ഫുഡ്. ഫ്രഷ് ഫുഡാണ് ഒന്ന്. രണ്ടാമത് വേറെ ഒരു സാഹചര്യം അവിടെ ഇല്ല, ഭക്ഷണത്തിന് വേറെ ഒരു സാഹചര്യം അവിടെ ഇല്ല. ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പോകുന്ന വഴികൾക്കിടയിൽ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ടൗണില്ല, ആ ഒരു കടയുള്ള അവിടെ 1-2 കട. ഏകദേശം എല്ലാ വണ്ടിക്കാരും അവിടെ തന്നെയാണ് എന്ത് ചെയ്യുള്ളത്, അവിടെ നിർത്താറുള്ളത്. അതിന്റെ ഇടയ്ക്ക് നിസാറിന് എന്തോന്ന് സംഭവിച്ചു? ബാഗ് മറന്നു വെച്ചു. ബാഗ് മറന്നു വെച്ചു. കുറേ കഴിഞ്ഞിട്ടാ പിന്നെ ഓർമ്മ വരുന്നത്. അതെ. പക്ഷേ ഭക്ഷണം നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനും ജാക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയ സമയത്താണ് നിസാർ അത് മറന്നു വെച്ചത്. വണ്ടി കയറി കുറച്ച് മേലെത്തിയപ്പോഴേക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. നമ്മൾ നന്നായി അനുഭവിച്ചു. കാരണം ഒന്ന്, നമ്മുടെ ബാക്ക് സീറ്റ്, 2 നമ്മുടെ ഡ്രൈവർ നമ്മോട് ഒരു പരിഗണനയും ഇല്ലാത്ത രൂപത്തിലാണ്, ഭയങ്കര റൂഡായിട്ട് പെരുമാറി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും മോശമായ രൂപത്തിലാണ് അവൻ്റെ പെരുമാറ്റം. അതുപോലെ കൂടെയുള്ള സഹയാത്രികരും ഒരു വികാരവും ഇല്ലാത്ത, എന്ത് ചെയ്താലും അങ്ങനെ മിണ്ടാതിരിക്കുന്ന കുറേ ആൾക്കാർ. അതിൽ നമ്മൾ പിന്നെ കേരളക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ വീഡിയോയിലും കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികരണശേഷി തീരല്ലാത്ത മനുഷ്യന്മാരായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ കൂടുതൽ അറിഞ്ഞ് തിരിച്ചു വരുന്ന സമയം. അതെ. ഇവൻ എത്ര റോഡായിട്ട് പെരുമാറിയാലും ഇവർ കൂടെയുള്ള ആളുകളൊന്ന് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു പ്രതികരണശേഷി ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ടു. കാരണം നമ്മളല്ലാത്ത 8 യാത്രക്കാർ അതിലുണ്ട്. 10 ആളല്ലേ? അപ്പോൾ നമ്മളല്ലാത്ത ഏകദേശം 6 ആൾ അതിലുണ്ട്. അവിടുത്താരായിട്ടുള്ള നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ജെന്റിൽമാൻസ് അതിലുണ്ട്. അവരൊന്നും മിണ്ടാതെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദിലാബാസിലേക്ക് പോകുന്ന വഴി, ആ വഴി ഭയങ്കര ആസ്വാദനമാണ്. വെച്ചാൽ മനോഹരമായ വഴി, ഏറ്റവും മനോഹരം എന്ന് വെച്ചാൽ എന്താ, നമ്മളിങ്ങനെ വെള്ളം ഒലിച്ചു വരുന്ന, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന പുഴയാണെന്ന് തോന്നും. പക്ഷെ അത് പുഴകളല്ല, അത് മഞ്ഞ് കട്ടയായിട്ട് ഇങ്ങനെ അവിടെ ഉറഞ്ഞിക്കിടക്കുക. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കാഴ്ചയാണ്. അങ്ങനത്തെ മുമ്പ് ഞാൻ കാശ്മീരിലേക്ക് പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതല്ല, അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പം പക്ഷേ അപ്പം ആ സമയത്ത് പറയണമെന്ന് വെച്ചാൽ അവിടെ ആ കാണുന്ന ദൂരെ നമ്മൾ കാണുന്ന മഞ്ഞുമലകൾ, നമ്മൾ പോകുന്നിടത്തൊക്കെ അതുപോലത്തെ അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ വരും. അതെ വരും. എപ്പോഴാണ് മാറുകയെന്ന് പറയുമ്പോൾ അവരെന്നെ പറയണ്ടല്ലോ, എപ്പോഴാണ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഈ സൈഡൊക്കെ ഉണ്ടാവാതിരിക്കാം, മഞ്ഞുമഴ പെയ്യാതിരിക്കാം, അങ്ങനത്തെ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് അങ്ങോട്ടുള്ള ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടത്. പാസിൽ നമ്മളിങ്ങനെ കയറി അവിടെ അവസാന വണ്ടി നിർത്തിയിട്ട് പിന്നെ കയറാൻ പറയും, മുകളിലേക്ക് കയറണം, ബോർഡറിലേക്ക്. അതെ, കയറുമ്പോൾ തന്നെ അവർ പറയും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അപ്പോഴൊക്കെ തന്നെ ബുദ്ധിമുട്ട്. ശരിക്കും അവിടെ എത്തുമ്പോൾ കുറേയൊക്കെ പ്രയാസം അനുഭവപ്പെടും. നല്ല ഉണ്ട്, ചില്ലറയൊന്നുമല്ല, നല്ല പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് കാലിന് പ്രശ്നം, അതെ, പിന്നെ ഒരു സഫോക്കേഷൻ്റെ പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അവിടുന്ന് നമുക്ക് അപ്പത്തെ മാനസികാവസ്ഥ വെച്ച് തീരുമാനം എടുക്കരുത്. നമ്മൾ ആ കയറ്റം കയറുമ്പോഴൊക്കെ നമുക്ക് സഫോക്കേഷൻ ശരിക്കും നമുക്ക് വരും, ഭയങ്കര പ്രയാസം വരും. ശ്വാസം കിട്ടാത്ത അവസ്ഥ വരെയൊക്കെ നമുക്ക് ആരോഗ്യമുള്ള ആളുകൾക്ക് വരെ വരും. അപ്പം എന്തെങ്കിലും ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരോ പ്രായമുള്ളവരോ ഒന്നും അതിന് പോകാൻ നിൽക്കരുത് എന്നാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകാതിരിക്കുക. ഇനി പോവുകയാണെങ്കിൽ അതിസുരക്ഷ ഉണ്ടാവണം. എപ്പോഴാണ് ഈ തണുപ്പ് കൂടാന്നും പറയാൻ പറ്റില്ല. അതിലൂടെ ശൈത്യമായ കാറ്റ് നല്ല കാറ്റ് വരുമ്പോൾ എന്താ നമ്മൾ ആകെപ്പാടെ പിടുത്തം പെടും. പിന്നെ മുകളിൽ ചായയും ചൂടുള്ള പരിപ്പുവടയും കാര്യമൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അവിടത്തേക്ക് എത്തിപ്പെടണ്ടേ, അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. ആ നടത്തത്തിലെ പാതകളൊക്കെ അതിദുർഘടമാണ്. അതോടൊപ്പം അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ ഒരു യൂറിനൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ശ്രദ്ധിച്ചാലൊക്കെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല, ബുദ്ധിമുട്ടാണ്, വൃത്തിയില്ല. വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് ചെയ്യേണ്ടി വരും, ഉപയോഗിക്കേണ്ടി. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആദ്യമേ ഒരു മാനസിക തയ്യാറെടുപ്പ് എടുക്കേണ്ടി വരും. താഴെ നിന്നൊക്കെ അത് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മുകളിലെത്തുമ്പോഴേ ഇന്ത്യൻ ആർമിൻ്റെ ഒരു ഭാഗം, പിന്നെ കഴിഞ്ഞിട്ട് ചൈന ബോർഡറിൻ്റെ അപ്പുറത്ത് ചൈനക്കാരെ പട്ടാളക്കാരെയും കാണും. അതൊരു വേറെ തന്നെ തോന്നി. അതിനാണ് സത്യത്തിൽ എന്ത് ചെയ്യണത്, അവിടുത്തെ ആ ഒരു അവസ്ഥ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ നാഥുല പാസിലേക്ക് പോകുന്നത് തന്നെ. അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അതിർത്തി, അതൊരു കയറ് വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇന്ത്യ, അതപ്പുറത്ത് ചൈന. അവിടെ നിസാറും ബഷീർ മാസ്റ്ററും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാല് ചൈനയിലും ഒരു കാല് ചൈനയിലും ഒരു കാല്. പക്ഷെ അപ്പോഴേക്കും അവിടെ നാട്ടി വിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂല, വീഡിയോ സമ്മതിക്കൂല. പ്രത്യേകിച്ച് ചൈന പോലീസാണ് എന്ത് ചെയ്യണത്, അവിടുത്തെ സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അവർ
ശക്തമായി തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം എന്ന് നമ്മൾ എങ്ങനെ പറയാം, അത് അനുഭവിച്ചറിയേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രത്തോളം മനോഹാരിതമായിരിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ ഫോട്ടോ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഇഷ്ടം പോലെ ലൊക്കേഷനുകൾ, മഞ്ഞിൽ കളിക്കാനുള്ള സൗകര്യങ്ങൾ. അവിടെ എത്തിയപ്പോഴാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നിസാറിനൊരു എന്താ പറയുക ഒരു ബക്കറ്റ് മഞ്ഞ് കൊണ്ടുപോകാൻ വലിയൊരു ആഗ്രഹം മഞ്ഞിൽ കുളിക്കണം. പക്ഷേ ഏകദേശം ആഗ്രഹ സഫലമായ രൂപത്തിൽ മഞ്ഞുണ്ടായി പല സ്ഥലങ്ങളിൽ. നമുക്കതൊരു ശരിക്കും അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. എനിക്കൊക്കെ ശരിക്കും നല്ലൊരു അത്ഭുതം എന്ന രൂപത്തിൽ തന്നെ. കാരണം മണ്ണ് പോലെ കിടക്കുകയാണല്ലോ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെച്ചതല്ലല്ലോ. അപ്പം അത് അവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പം നമ്മുടെ കാശ്മീരിലാവട്ടെ അതിനേക്കാൾ ഉണ്ട്. കാശ്മീരിലാവട്ടെ, ഇനിയിപ്പം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വടക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു കാഴ്ച ഉണ്ട്. പക്ഷേ ഇത് മലയുടെ മുകളിൽ ഏറ്റവും നെറുകയിൽ ചെന്ന് രണ്ട് രാജ്യത്തിൻ്റെ ബോർഡറിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം. അതെ, അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ കാഴ്ചകളും അവിടുത്തെ രസങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ താഴോട്ട് ഇറങ്ങാനുള്ള സമയം ഏകദേശം ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും ഒരു 3 മണി ടൈമിൽ നമ്മൾ ഇറങ്ങാം. അങ്ങോട്ട് നല്ലോണം കയറാനുണ്ട്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ ഇടയ്ക്ക് ചില സ്ഥലത്തൊന്ന് നിർത്തി കുറച്ചൊരു കാഴ്ചകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ കാഴ്ചകളുണ്ട്. അത് ഈ ബുദ്ധ സന്യാസിമാരുടെ കേന്ദ്രങ്ങളും അവരുടെ ആരാധനാലയം അങ്ങനെയുള്ള 1-2 സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയ ഹോട്ടലും കാര്യങ്ങളായിട്ടുള്ളൊരു വലിയൊരു ഇന്ത്യൻ പതാകയൊക്കെ നമുക്കുണ്ട്. അവിടെ ഇന്ത്യൻ്റെ പതാക ഇങ്ങനെ ആ മലന്റെ മുകളിൽ അതിങ്ങനെ പാറി നിൽക്കുമ്പോൾ നമുക്ക് ആ രാജ്യത്തോടുള്ള അല്ലേ നമ്മുടെ ഒരു അഭിമാനം ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. അങ്ങോട്ടുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും അതൊരു വല്ലാത്ത വികാരമാണ്, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്തരം മലമുകളിലൂടെയുള്ള യാത്രകൾ അതിനൊക്കെ തന്നെയാണ്. പിന്നെ സിക്കിം അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നീട് നമ്മൾ ഡ്രൈവറിൻ്റെ സ്വഭാവം മാറി, റോഡ് ബ്ലോക്കായി. അതെ, റോഡ് ബ്ലോക്ക്. ഒപ്പം അവൻ്റെ സ്വഭാവം മൊത്തം മാറാണ്. സ്വഭാവം മാറിയിട്ട് ഏകദേശം ഗാങ്ടോക്കിൽ എത്തുന്നതിൻ്റെ ഒരു 4 കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറക്കി വിടുകയാണ്. ഇവിടെ നിങ്ങൾ പോയാൽ മതി. അവിടെ ഒന്നും കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രതികരിച്ചത്. നമ്മൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെ ഇത് കേരളത്തിലൊക്കെ ആയി നോക്കണം. അപ്പോൾ നമുക്ക് കാണാവുന്ന രൂപത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോഴാണ്, മാത്രമല്ല നമ്മുടെ ഏജൻസിക്ക് നമ്മൾ ഫോൺ ചെയ്തപ്പോഴാണ് പിന്നീട് എന്ത് ചെയ്തത്, ഇവൻ വീണ്ടും നമ്മളെ വണ്ടി കയറ്റിയത്. കാരണം എന്താ വെച്ചാൽ അത്രയും തിരക്കാണ് അവിടെ വണ്ടി. പക്ഷെ കൊണ്ടുപോയ സ്ഥലത്ത് സ്പോട്ടിൽ നമ്മൾ ഇറക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മൾ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അപ്പുറത്തെ ആളുകളെ നമ്മൾ ഇറക്കിയപ്പോഴും ഈ മനുഷ്യന്മാർ ഒരു വികാരമില്ലാതെ ഇറങ്ങുന്നു. അവർ വേറെ വണ്ടി അന്വേഷിക്കണ് ഈ രൂപത്തിൽ. അവിടെ നമ്മൾ സംസാരിച്ചപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് കൂടി കയറാൻ പറ്റിയത്. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായി അല്ലേ? വെച്ചാൽ അദ്ദേഹം പിന്നെ ഈ ഡ്രൈവർ ശരിക്കും സിക്കിംകാരനല്ല. അല്ലല്ല, അത് നമ്മൾ അറിഞ്ഞത് നേപ്പാൾക്കാരനാണ്. അവൻ നേപ്പാളിയാണ് എന്തോ പറഞ്ഞു. നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് അവൻ പറഞ്ഞത് നേപ്പാളിയാണ്. നമ്മൾ അവസാനം നിർബന്ധിതനായി വീണ്ടും അവൻ നമ്മളെ ഇറക്കിയിട്ട് നമ്മളായിട്ടുള്ള ഭയങ്കര സംസാരത്തിൽ ദേഷ്യപ്പെട്ടിട്ട് അവസാനം നമ്മളെ ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇറക്കിയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് അവൻ്റെ ആ ദേഷ്യമോ ബാക്കിലുള്ള ഏറ്റവും ബാക്കിലല്ല നമ്മൾ ഡോറും തുറന്ന പാടാൻ കാലിട്ട് ഒരൊറ്റ ചവിട്ട്, ആ ചവിട്ടി വിട്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് താഴേക്ക് നമുക്ക് പോകാനുള്ള നിങ്ങളെ കാല് ശരിക്കും കൊണ്ടിട്ടില്ല, എന്നാലും വേദനിച്ചു തോന്നുന്നല്ലേ? അത് എനിക്ക് കാല് മുറിഞ്ഞു കൊണ്ടായിരുന്നു. അത് ചവിട്ടിയത്. എന്നിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് നമ്മളവിടെ ഇറക്കി വിട്ടില്ലേ താഴേക്ക് നമുക്ക് കൊണ്ട. പിന്നെ മറ്റുള്ളവർക്കൊക്കെ വേറെ വാഹനത്തിന്റെ സൗകര്യം ചെയ്തു കൊടുത്തു. നമ്മളോട് ഇറങ്ങി നടന്നോളിയായിരുന്നു. അതെ, നമ്മൾ നടന്നു ചെയ്തു. നമ്മൾ ഞാൻ അവിടെ കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസം തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചാണ്. കാരണം ഒന്ന് നമ്മുടെ അവരെന്താണ് പറയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരോട് സംസാരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കൊളോക്കിയൽ ലാംഗ്വേജാണ് എടുക്കുന്നത്. നമ്മൾ ഹിന്ദിയോ ഉറുദു ഒന്നും പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, യേശനില്ല. അത് നമ്മൾ പുറത്തുള്ളവരാണ്, അവർക്ക് മനസ്സിലായി. അപ്പം യാത്രക്കാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പ്രശ്നം അതാണ്. പുറത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമുക്ക് സംഭവം ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമൊക്കെ പവറും കാര്യമുള്ളവരൊക്കെ ആയിരിക്കും. അത് നമ്മളെ നാട്ടിൽ മതി എന്ന് മാത്രം വെക്കുക. കാരണം അവർ പിന്നെ അവരെന്തൊക്കെയാണ് കേസാക്കുക കാര്യമാക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ക്ഷമിച്ച് പോരാണ്. അതല്ലെങ്കിൽ എല്ലാം ക്ഷമിക്കണം എന്നല്ല, അതിന് മാത്രം കഴിവുള്ളവരും സ്വാധീനമുള്ളവരാണോ നമുക്ക് നിൽക്കുകയും ചെയ്യാം. സംസാരം കൊണ്ടും നമ്മളേതായാലും അവിടെ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നിൽക്കാതെ നടന്നപ്പോൾ ബാക്കിലൂടെ വേറെ ഡ്രൈവർ നമ്മൾ പിക്ക് ചെയ്തു.
നമ്മൾ തിരിച്ചെത്തി അസർ നിസ്കാരം ലോഹറും അസറും നമ്മൾക്ക് നിസ്കരിച്ചിട്ടില്ല. നമ്മൾ വേഗം നിസ്കരിക്കാനുള്ള പള്ളി അവിടെ നമുക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നു, അവിടെ പള്ളി കിട്ടുമല്ലേ എന്നുള്ളത്. പക്ഷേ പള്ളി വളരെ മനോഹരമായ ഗാങ്ടോക്കിൽ തന്നെ, ഗാങ്ടോക്കിൽ തന്നെയുള്ള ഒരു ഹനഫി പള്ളി, വലിയൊരു ഹനഫി പള്ളി നമ്മളവിടെ കാണുന്നു. അവിടെ മദ്രസ നടക്കുന്നുണ്ട്, സ്ത്രീകൾക്കുള്ള ക്ലാസ് നടക്കുന്നുണ്ട്, സ്ത്രീകൾക്കുള്ള ക്ലാസ് വേറെ ഉണ്ട്, പുരുഷന്മാർക്കുള്ള വേറെ അവിടെ നടക്കുന്നുണ്ട്. വലിയൊരു സ്ഥാപനം, ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനം. നമ്മളവിടെ ളുഹുർ അസ്ർ നിസ്കരിച്ചു. ഏകദേശം ഒരു മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പേ നമ്മളവിടുന്ന് തിരിച്ച് വെക്കേറ്റ് ചെയ്തു. അതെ, റൂം വെക്കേറ്റ് ചെയ്തു. നമ്മൾ നേരെ വാഹനം വരാൻ പറഞ്ഞു, വാഹനത്തിന് വെയിറ്റ് ചെയ്തിരുന്ന നേരെ സിലിഗുരിയിലേക്ക് തിരിക്കണം. അതെ, അവിടുന്ന് പൂർണിയയിലേക്ക് വരണം. പൂർണിയയിൽ നമുക്ക് സൊഹൈൽ അക്തറിന്റെ മറ്റൊരു സുഹൃത്തുണ്ട്, സൊഹൈൽ അക്തറിനെ കാണണം. ഇതൊക്കെയാണ് പ്ലാന്, ആ യാത്ര. അതെ, പിന്നെ നമുക്ക് ഭഗൽപൂരിലേക്ക് പോകണം. ഭഗൽപൂരിലേക്ക് പോകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് പിന്നെ പറയാം. ഏതായാലും ഇതുവരെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ, വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.